നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സർപ്രൈസ് വീഡിയോ ആണ്. അതായത് മീനുവിൻ്റെ സഹോദരൻ ഇന്ന് ഗൾഫിൽ നിന്ന് വരുവാണ്, ഒരു 15 ദിവസത്തെ ലീവിന്. അപ്പോൾ അമ്മയെ ആക്ച്വലി അറിയിച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് മീനുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനെയും വിളിച്ചിട്ട് നേരെ എയർപോർട്ടിൽ പോകാം. എയർപോർട്ടിൽ 6:30 ഫ്ലൈറ്റ് ഇറങ്ങുമെന്നാണ് പറയുന്നത്. 6:30 ഇറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം അരമണിക്കൂറോടുകൂടി പുറത്തിറങ്ങാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് അമ്മയെ ഒന്ന് സർപ്രൈസ് ചെയ്യാം. അപ്പോൾ അച്ഛനും ഓൾറെഡി കാര്യങ്ങളെല്ലാം അറിയാം. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ അച്ഛനും കുറച്ചൊന്ന് എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. നേരെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ മീനുവിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ പിക്ക് ചെയ്തു. നമുക്കിനി നേരെ എയർപോർട്ടിലോട്ട് പോകാം. അമ്മ ഇതുവരെ ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ എന്തായാലും ഡൗട്ട് അടിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് എന്തായാലും അച്ഛനെ വിളിക്കുമായിരിക്കാം. നമുക്ക് നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ. എവിടെയാണ്, കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് പുറത്തേക്കുവാണ്, എന്തായാലും കുറച്ച് ലേറ്റാവും, വന്നിട്ട് കാണാൻ എന്നുള്ള രീതിയിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. എന്താവും എന്നറിയത്തില്ല. അമ്മയ്ക്ക് ഇതുവരെ ഡൗട്ട് അടിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അളിയനും 6:30 ഇറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ 6:30 ഇറങ്ങിക്കഴിഞ്ഞാലും ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഏകദേശം 7 മണി അടുപ്പിച്ചാവും തോന്നുന്നു. അപ്പോൾ നിലവിൽ അച്ഛനെ വിളിക്കാൻ പോയ സമയത്ത് അമ്മ കണ്ടിട്ടില്ല. അമ്മ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. അമ്മയ്ക്ക് ഡൗട്ട് അടിച്ചോന്ന് അറിയത്തില്ല. എന്നാലും അമ്മ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു പുറത്തോട്ട് പോയേക്കാണ്, ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അളിയനൊന്ന് വെയിറ്റ് ചെയ്യാം. അളിയൻ വരുന്ന ഫ്ലൈറ്റ് ഓൺ ടൈം എന്നാണ് കാണിക്കുന്നത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ. അങ്ങനെ 1 മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം അളിയൻ എത്തിക്കഴിഞ്ഞു. പേടിച്ചിരിക്കണം. വിളിച്ച ഇവിടെ അങ്ങനെ പോക്കണ്ട, വണ്ടി ഇവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞാലിപ്പോ അളിയ അമ്മ പറഞ്ഞ അവിടെ അച്ഛ അറിഞ്ഞ ഞാൻ പറഞ്ഞ പറഞ്ഞത് ഞാൻ അയാളെ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വരും. തൊട്ടപ്പുറത്താണ് പണിയെടുക്കുന്നത്. ടുട്ടൊന്ന് പേടിച്ചിരിക്കണേ. ടുട്ടു പേടിച്ചിരിക്കണല്ലോ. ടുട്ടു ആരെന്ന് നോക്കത്? ഇതാരാണിത്? ഇതാരെന്ന് നോക്ക്. ഡേച്ച് നോക്കടാ, തിരിഞ്ഞു നോക്കടാ. ഇല്ല. ആരാണ്? ബാബാ. അങ്ങനെ അളി എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവർ 3 പേരും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയി അളിനെ പിക്ക് ചെയ്യാം. മാമച്ചി മാമച്ചി
അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് അളിയൻ്റെ വൈഫ് ഹൗസിലോട്ടാണ്. അങ്ങനെ അവിടെ അളിയൻ്റെ വൈഫിന് എന്തായാലും കാര്യം അറിയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ട് അവിടെ നേരെ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ടെത്തി. അമ്മ ഇതിനിടയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയൊക്കെയാണ്. എന്തായാലും അമ്മയ്ക്ക് ഇതുവരെയും കാര്യം അറിയത്തില്ല. നമുക്ക് നേരെ പോയി സർപ്രൈസ് അങ്ങ് പൊട്ടിക്കാം. സർപ്രൈസ് അങ്ങനെ അളിയൻ കയറി വന്നത് കണ്ട് അമ്മ പെട്ടെന്ന് ഞെട്ടി. എന്തായാലും ആ ഒരു സർപ്രൈസ് വർക്കൗട്ടായി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.